എനിക്കെടുക്കാൻ പറ്റില്ല, ഞാൻ സ്ഥലത്തുണ്ടായില്ല. സ്ക്രീൻ കാണാവോ സ്ക്രീൻ ബ്രോ? ഇതാണ് തലേ ദിവസത്തെ 313 പ്രൊഫൈല്. ഓക്കെ, അതിനകത്ത് ഈ സെൻട്രലാണ് നമ്മുടെ കൂടുതൽ ട്രേഡ് നടന്നേക്കുന്നത്. ഇത് നമ്മുടെ ബൈയിങ് ടൈല്, മേളിലുള്ളത് സെല്ലിംഗ് ടൈല്. ഓക്കെ, ഇതിനകത്ത് മാർക്കറ്റ് നമുക്ക് ഓപ്പൺ ആകുന്ന പോയിന്റ്സ് 6 സ്ഥലങ്ങളിൽ ഓപ്പൺ ചെയ്യാം. ഒന്ന് ഇവിടെ, അതായത് പ്രൊഫൈലിന് പുറത്ത് മുകളിലായിട്ട്. രണ്ടാമത്തത് പ്രൊഫൈലിന് താഴെയായിട്ട് പുറത്ത്. ഇനി മൂന്നാമതായിട്ട് ഈ പ്രൊഫൈലിന്റെ ഉള്ളിലായിട്ട്, അതായത് സെല്ലിംഗ് ടൈലിന് താഴെയായിട്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ബൈയിങ് ടൈലിന് മുകളിലായിട്ട്. ഇങ്ങനെ 4 എണ്ണം കൂടാതെ തന്നെ ഈ ടൈലില് ഓപ്പൺ ചെയ്യാം. അടുത്തത് ഈ 2 ടൈലിലും. ശരിയല്ലേ? ഹലോ, ഇങ്ങനെ മൊത്തത്തിൽ 6 സ്ഥലങ്ങളിൽ നമുക്ക് ഓപ്പൺ പോയിന്റ് കിട്ടും. O എന്നുള്ള പോയിന്റ്. ഈ 6 സ്ഥലങ്ങളിലും ഓപ്പൺ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ പോയിന്റ് എന്ന് പറയുന്നത് ഒറ്റൊരെണ്ണം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് 2 കണ്ടീഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അത് എവിടെ വന്നാലും. ഇപ്പൊ മാർക്കറ്റ് ഈ ബൈയിങ് ടൈലിന് മുകളിലാണ് ഓപ്പൺ ചെയ്തേക്കുന്നതെങ്കിൽ നമുക്ക് വരാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് ടൈലിൽ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് നേരെ മുകളിലേക്ക് പോകും. ശരിയല്ലേ? ഓക്കെ, നെക്സ്റ്റ് വരുന്ന കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ പറഞ്ഞെന്ന് വെച്ചാൽ സെല്ലിംഗ് ടൈലിൽ താഴെ ഓപ്പൺ ചെയ്യണത്. ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് സെല്ലിംഗ് ടൈലിൽ റെസിസ്റ്റൻസ് എടുക്കുന്നു, എന്നിട്ട് തിരിച്ച് താഴേക്ക് പോകുന്നു. ഓക്കെ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പ്രൊഫൈലിന് പുറത്ത് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒറ്റ കണ്ടീഷനേ വരുന്നുള്ളൂ. അവിടെയും 2 കണ്ടീഷനാണ്. ഒന്നുകിൽ നമ്മുടെ ഈ എവിടെയാണ് ഓപ്പൺ ചെയ്തത്, ഇപ്പൊ സെല്ലിംഗ് ടൈലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കണമെങ്കിൽ സെല്ലിംഗ് ടൈലിൽ നിന്ന് ഒന്നുകിൽ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകാം. അങ്ങനെയുള്ളത് ബൈയിങ് ടൈലിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ബൈയിങ് ടൈലിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൈയിങ് ടൈല് ബ്രേക്ക്. ഇന്ന് സംഭവിച്ചേക്കണത് എന്താ? ഇനി നിങ്ങൾക്കാണ് ക്വസ്റ്റ്യൻ. ആദ്യം സപ്പോർട്ട് എടുത്തു. സി പീരീഡ് എന്ന് പറയുമ്പോഴേക്കും 10:15 മുതൽ 10:45 വരെ എനിക്ക് എടുക്കേണ്ട. ഇതാ 10:15 മുതൽ 10:45 വരെയുള്ള പോർഷനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഈ സി പീരീഡിൽ ഈ സാധനം വന്നേക്കണുണ്ടോ? 10:35. ഇവിടെ അബ്സോർപ്ഷൻ ഫോർമാറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10:35 അബ്സോർപ്ഷൻ നടന്നിട്ടുണ്ടോ? ഇല്ല. ഇതൊരു മാസ്റ്റർ ക്യാൻഡിൽ ആണോ? ഈ ഭാഗത്ത് വന്നിരിക്കുന്ന മാസ്റ്റർ ക്യാൻഡിൽ ഏതാ? സെയിം അതുപോലെ തന്നെ നമുക്ക് അബ്സോർപ്ഷൻ ഫോർമാറ്റ്, കൺഫർമേഷൻ ഫോർമാറ്റ്, ഓർഡർ ഫ്ലോ കൺഫർമേഷൻ ഫോർമാറ്റ്. ഇവിടെ നമുക്ക് അബ്സോർപ്ഷൻ പ്ലസ് ലിമിറ്റ് ഓർഡർ ഒരുമിച്ച് വരേണ്ടതായിരുന്നു, വന്നില്ല. വരാത്ത സ്ഥിതിക്ക് ഇത് നമുക്ക് കൺഫർമേഷൻ മെത്തേഡിൽ എടുക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഇല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ്ട് 1 മണിക്കൂറിന് അടുപ്പിച്ചാവുമ്പോഴല്ലേ ഈ പറയുന്ന കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പൊ നമുക്ക് കൺഫർമേഷൻ അവിടെ കിട്ടിയോ? നമുക്ക് ഇന്ന് സംഭവിച്ചത് മനസ്സിലായോ? ഓക്കെ, ആ സി പീരീഡിൽ നമുക്കൊരു സപ്പോർട്ട് എടുക്കേണ്ട കൺഫർമേഷൻ മെത്തേഡ് ഇവിടെ വന്നിട്ടില്ല. അത്ര മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കൺഫർമേഷൻ മെത്തേഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു റീടെസ്റ്റ് എന്നുള്ള രീതിയിൽ, അതായത് മൾട്ടി ടെസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് വീണ്ടും വരണ്ടേ? നമ്മുടെ ഈ ടെയിലേക്ക് തന്നെ മൾട്ടി ടെസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് വരണം. അങ്ങനെ മൾട്ടി ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ ഭാഗം കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം മൾട്ടി ടെസ്റ്റ് നടന്നിട്ടില്ല, കൺഫർമേഷൻ മെത്തേഡ്സ് ഒന്നും ഇവിടെ നടന്നിട്ടില്ല. നെക്സ്റ്റ് 313 പ്രൊഫൈലിന് 313 പ്രൊഫൈൽ ഫോക്കസ് ചെയ്യുമ്പോൾ ബൈയിങ് ടൈല് സപ്പോർട്ട് എടുത്തിട്ടുണ്ടോ? 10:35 സി പീരീഡിൽ ബൈയിങ് ടൈൽ സപ്പോർട്ട് എടുത്തിട്ടില്ല. ശരിയല്ലേ?
നെക്സ്റ്റ് 12:10 ഈ ക്യാൻഡിൽ വന്ന് നിൽക്കുന്നതും നമ്മുടെ ടെയിലിൽ തന്നെയാണ് അല്ലേ? ടെയിലിന്റെ ലോവർ ഏരിയ എന്ന് പറയണത് 24,270 ഓൾമോസ്റ്റ് 24,270. ഈ ഇത്രയും പോർഷൻ അല്ലേ ബ്രോ നമ്മുടെ ടെയിൽ എന്ന് പറയണത്? ബ്രേക്ക് ചെയ്തില്ലേ? ഇവിടെ ബ്രേക്ക് ചെയ്തു. ഇനി നമുക്ക് വരുന്ന കണ്ടീഷൻ എന്താ? 313 പ്രൊഫൈലില് ആദ്യം POC കാണിക്കുന്നത് 205 അല്ലേ? 205ലാണ് ഞാനിപ്പോ കർസർ വെച്ചേക്കണത്. മാർക്കറ്റ് ഇവിടെ എത്തി. ഒന്നുകിൽ അവിടെ പ്രോഫിറ്റ് ഫുള്ളായിട്ട് ബുക്ക് ചെയ്ത് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻട്രി കയറിയിരിക്കുന്നത് ഇത് ഇവിടെ മേളിലാണ്. ട്രെയിൽ ചെയ്തിട്ട് ഫസ്റ്റ് ടാർഗറ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞേക്കണേ? ഒരു 4,500 ലിമിറ്റ് ഓർഡർ ഇട്ടിട്ടുണ്ട്. ആ ലിമിറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് നിഫ്റ്റിയിൽ റീടെസ്റ്റ് വരുന്നത്. അവിടെ എത്ര കൺഫർമേഷൻ വന്നാലും ബാങ്ക് നിഫ്റ്റി അത്രയും ലിമിറ്റ് ഓർഡർ ഇരിക്കുന്നതിന്റെ പേരിൽ മാർക്കറ്റ് ഇനിയും താഴെ പോകുമോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടുണ്ടാകും. ശരിയല്ലേ? ശരിയാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇപ്പൊ മാർക്കറ്റ് പ്രൊഫൈൽ ഒരു കോണ്ടെക്സ്റ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ ആ കോണ്ടെക്സ്റ്റ് പ്രകാരമുള്ള ടാർഗറ്റ് മാർക്കറ്റ് എന്തായാലും റീച്ച് ചെയ്യിപ്പിക്കും. മനസ്സിലായോ? നമ്മൾ അപ്പുറത്തെ ബാങ്ക് നിഫ്റ്റിനെ നോക്കിയിട്ട് ഇപ്പുറത്തെ നിഫ്റ്റിയിൽ കയറുന്ന പോലെയും അല്ലെങ്കിൽ നിഫ്റ്റിയുടെ കണ്ടീഷൻ നോക്കിയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുന്ന പോലെയും അല്ല. കോണ്ടെക്സ്റ്റ് കൺഫേം ആയിട്ടുണ്ടോ, അതിന്റെ കൺഫർമേഷൻ മെത്തേഡും കറക്റ്റ് ആയിട്ടുണ്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അതിന്റെ ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടേ പോകുള്ളൂ. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ ഈ 313 പ്രൊഫൈലിനെ ബേസ് ചെയ്തിട്ട്?